ഹലോ നമസ്കാരം. അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിങ്ങനെ പുറത്ത് പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പം അവരെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി പുറത്ത് പോയിട്ട് വരാം. നമ്മളെടുക്കുവാ അത് എടുക്കുവാ. അപ്പം ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങും കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അക്ഷിത അവിടെ വണ്ടി ഇരുന്ന് കുസൃതി കാണിക്കുന്നു. അപ്പം ഇതാണ് ചെളിമുട. കുട്ടി ഉറക്കമായതുകൊണ്ട് ഞാൻ ആദവിനെ കൊണ്ടുവന്ന മേതക്കുട്ടി നല്ല ഉറക്കുക. അപ്പം ഇവനപ്പം എഴുന്നേറ്റു. അപ്പം മേതക്കുട്ടിയെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്ന. അപ്പം ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ മേതക്കുട്ടി ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിങ്ങനെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് അക്ഷിതുണ്ട്, പിന്നെ മേതക്കുട്ടി, എല്ലാം മതിയാതെ എല്ലാവരും. ഇടയ്ക്കൊക്കെ ഞങ്ങൾ അടിയുണ്ട് കേട്ടോ. രണ്ടുപേരും തക്കം കിട്ടിയ ഇതാ ഇവിടുത്തെ പരിപാടി കേട്ടോ. ഒരാളാണെങ്കിൽ എത്തി കഴിഞ്ഞാൽ ഇതൊക്കെ പറിക്കുന്നത്. പേരയ്ക്ക ഉണ്ട്, പക്ഷേ അത്ര ആയിട്ടില്ല കേട്ടോ, പൊട്ടാ. അത് ഇവരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷെ ഇവർ ഓർക്കുന്നതിന് അത് ഇറച്ചും പഴുത്ത് വരയ്ക്കും. പേരയ്ക്ക വേണോ? അക്ഷിതിന് പേരയ്ക്ക വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്തെല്ലാം പിഞ്ചാ, ഫുള്ളും പിഞ്ച് പേരയ്ക്ക, പഴുത്തിട്ടില്ല. ഏകദേശം ഈ പരുവേ ഉള്ളൂ. ഇതാണ് ഇവർ പറിക്കാൻ വന്നിരിക്കുന്നത്. അങ്ങനെ മേതക്കുട്ടി തൽക്കാലം എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്ന് പിന്നെ മേതക്കുട്ടിക്ക് ഭയങ്കര മടിയാണ് ഇറങ്ങാനൊക്കെ. ഇത് നല്ല റോസാപ്പൂ ഉണ്ടോ, എനിക്കിഷ്ടം കേട്ടോ. ഇതിങ്ങനെ നല്ല വിരിഞ്ഞ് നല്ല രസം കേട്ടോ. പക്ഷെ ഇന്നലെ ശ്രീമണി മുട്ടയുള്ളായിരുന്നു. ഇതും നല്ല സൈസ് ഒരു റോസ ചെടിയാണ് കേട്ടോ. ചേച്ചി എനിക്ക് ഭയങ്കര സ്നേഹമായിട്ടൊക്കെ പോകുന്നു. ഒരാളാണെങ്കിൽ അവിടെ മഴ കാരണം ബോട്ട്സൊക്കെ കണ്ടാലും ഇങ്ങനെ കിളുത്ത് കയറിയിരിക്കുക. പക്ഷേ ഇത് ഇനി വേണം എല്ലാം ക്ലീൻ ചെയ്യാൻ ഫുള്ളും. മഴ കാരണം ഇറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞേ. അപ്പം ഇന്ന് 2 ദിവസമായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത്. ബാക്കിയുള്ള ദിവസം മഴയായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ മുട്ടപ്പഴമാണ്, പക്ഷെ കായായി പിടിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. സീസൺ ആയിട്ടില്ല, എല്ലാം കായ ആയിട്ടുള്ളൂ. പക്ഷെ എടുത്ത് കാണിക്കാൻ പറ്റില്ല. അങ്ങ് മണ്ടലങ്ങാണ്ടൊക്കെ 2-3 കായൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് നീറുണ്ട്, നീറിൻ്റെ കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 3 കൂടെ കൂടിയ സ്നേഹമൊക്കെ തന്നെയാണ്. പക്ഷെ 3 കൂടി എപ്പോൾ വേണം അടി വെക്കും. മോൻ അന്നേരം എവിടെയോ പോയിട്ട് വരും കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ചായ കുടിക്കണം പരിപാടി കേട്ടോ. മേതക്കുട്ടി കൈ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് വീഡിയോ കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 6:30. അപ്പോൾ ചേച്ചിയൊക്കെ ഇന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട്. ഇനി അവൾക്കും ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ മേതക്കുട്ടി എൻ്റെ കൈ ഇരിക്കുക. അപ്പോൾ അവരെ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അവർ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ട് ഇവിടെ എത്തത്തുള്ളൂ. 9 മണി 10 മണി കഴിയും തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ടേ. ടാറ്റ പറ. മേതക്കുട്ടി എല്ലാവർക്കും ടാറ്റ ഉണ്ട് കേട്ടോ. അപ്പം മുട്ടയുടെ ഗ്രേവി ഏകദേശം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ചപ്പാത്തിയും കൂടെ ചുട്ട് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പരിപാടി കഴിയും. അപ്പോൾ മുട്ടയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയും ഏകദേശം പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറേ ചപ്പാത്തി ഉണ്ട്, എല്ലാം ചുട്ട് കിട്ടും. അങ്ങനെ ചപ്പാത്തി ഫുള്ളും ചുട്ട് കഴിഞ്ഞു. മുട്ടക്കറിയും ഏകദേശം റെഡിയായി. ഇനിയിപ്പോൾ അവർ വരുന്ന താമസമേ ഉള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 8:30 കേട്ടോ. അപ്പം മേതക്കുട്ടി അവിടെ വഴക്ക് തുടങ്ങി. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.